3 വയസ്സുള്ള കുട്ടി ഓടി കളിക്കുന്ന സമയത്ത് ഈ ഒരു വീഴ്ച വീണാൽ തൊട്ടടുത്ത് പാരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഓടിച്ചെന്ന് കരഞ്ഞ് ആകെ കുട്ടീനെ എടുത്ത് ഭയങ്കര ഒരു ആങ്സൈറ്റി ഉണ്ടാക്കി തീർക്കും. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്നോ, ആ കുട്ടി അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും എടുക്കേണ്ടതില്ല എന്നുള്ള അപകടകരമല്ലാത്ത വീഴ്ചയാണ് സംഭവിച്ചതെങ്കിൽ കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുട്ടി കരയുന്നു എന്നതുകൊണ്ട് എടുക്കുക എന്ന പ്രക്രിയ നടത്താൻ പാടില്ല. കുട്ടികൾ കരയും. ആ കരയുന്നത് ആ കുട്ടിയിൽ ഉണ്ടാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്, അവൻ സ്വയം എഴുന്നേൽക്കാൻ പറ്റുന്ന ലെവലിലേക്ക് അവനെ മാറ്റിയെടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ വീക്ഷിക്കണം അവൻ എന്താ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ കരയുന്ന സമയത്ത് തന്നെ അവനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ചെറിയ ചെറിയ വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് അവൻ കരഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ വെയിറ്റും ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം 1-2 തവണ ആ കരച്ചിലിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയും കുട്ടി സ്വയമേ എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ അവരിൽ ബോധ്യം വന്നു, ഞാൻ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായി എഴുന്നേൽക്കണമെന്നൊരു ബോധ്യം ഇത് കുട്ടികളിൽ ഉണ്ടാക്കാത്തത് കൊണ്ടാണ്, ഓരോ സാഹചര്യത്തിലും നമ്മൾ ഹെൽപ്പ് ചെയ്ത് ശീലിപ്പിച്ചത് കൊണ്ടാണ് കുട്ടികളിൽ വ്യക്തിത്വ രൂപീകരണത്തിൽ അഥവാ വലുതാകുന്ന സമയത്ത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ കുറേ വീക്ക് വരുന്നത്. 8ാം ക്ലാസ്സിലെത്തിയല്ലോ അവനൊന്നും സ്വന്തം ചെയ്യുന്നില്ല, 9ാം ക്ലാസ്സിലെത്തിയിട്ട് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് ഉണ്ടായിത്തീരുന്നത് ഈ ഒരു ശീലം നമ്മൾ ചെറിയ പ്രായത്തിലേ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് അത് മാറ്റുക എന്നത് പാരൻസിൻ്റെ കടമയാണ്.